പൗരാണിക രാജവംശങ്ങളുടെയും പടയോട്ടത്തിന്റെയും വൈദേശിക ആധിപത്യത്തിനെതിരായ ചെറുത്തുനിൽപ്പിന്റെയും സാമൂഹ്യ പരിഷ്കരണങ്ങളുടെയും വീരേതിഹാസങ്ങളാൽ ധന്യമായ പരപ്പനാട് ദേശം. മതമൈത്രിയും സാഹോദര്യവും സഹവർത്തിത്വവും മാനവികതയും മുഖമുദ്രയായ മലപ്പുറം ജില്ലയുടെ ഈ പടിഞ്ഞാറൻ ഗ്രാമത്തിന് മണ്ണിനോടും കടലിനോടും മല്ലിടുന്ന സാധാരണ മനുഷ്യരുടെ പച്ചയായ ജീവിതത്തിന്റെ വിയർപ്പിന്റെ ഗന്ധമാണ്. പതിനെട്ടാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ മൈസൂർ രാജ്യത്തിന്റെ അധിനിവേശത്തെ തുടർന്ന് പരപ്പനാട് രാജവംശം തിരുവിതാംകൂറിലേക്ക് കുടിയേറി. കേരള പാണിനി എന്നറിയപ്പെടുന്ന രാജരാജവർമ്മ, തിരുവിതാംകൂറിന്റെ സ്ഥാപകനായ മാർത്താണ്ഡവർമ്മ എന്നിവരുടെയെല്ലാം വംശവൃക്ഷത്തിന്റെ വേരുകൾ സ്പർശിക്കുന്ന പരപ്പനാട്. മുൻ ഉപമുഖ്യമന്ത്രി അവക്കാദർ കുട്ടിനഹയെപ്പോലുള്ള നിരവധി മഹാത്മാക്കളുടെ ജനനം കൊണ്ടും സാന്നിധ്യം കൊണ്ടും ചരിത്രത്തിലിടം നേടിയ നന്മ നിറഞ്ഞ തീരദേശ പട്ടണമാകുന്നു പരപ്പനങ്ങാടി. ആയിരത്തി 1904 സ്ഥാപിച്ച BEM സ്കൂളാണ് പരപ്പനങ്ങാടിക്കാരുടെ ആദ്യ ഔപചാരിക വിദ്യാലയം. കേരളത്തിലെ ഏറ്റവും പഴക്കം ചെന്ന റെയിൽവേ സ്റ്റേഷനുകളിലൊന്നായ പരപ്പനങ്ങാടി പരപ്പനങ്ങാടി മുൻസിഫ് കോടതിക്കുമുണ്ട് കഥ പറയാൻ. കോടതിയിൽ ജഡ്ജിയായിരിക്കെയാണ് O. ചന്തുമേനോന്റെ നോവലുകളായ ഇന്ദുലേഖയും ശാരദയും പിറവിയെടുക്കുന്നത്. ഇങ്ങനെ ഒരുപാടുണ്ട് ഇന്നത്തെ പരപ്പനങ്ങാടിയുടെ ചരിത്രം പറയാൻ. മാറുന്ന ലോകത്തിന്റെ മാറ്റങ്ങൾക്കൊപ്പം നിങ്ങളുടെ സൗന്ദര്യ സങ്കല്പങ്ങൾക്ക് പരിപൂർണതയേകാൻ ഫാഷൻ ലോകത്തിലെ നൂതന ആശയങ്ങളും അതിനൊത്ത വിദഗ്ധരുടെ സേവനവും കൃത്യതയാർന്ന പ്രവർത്തനവും ഉറപ്പു നൽകിക്കൊണ്ട് പരപ്പനങ്ങാടിയുടെ ഹൃദയഭാഗത്ത് ഇനി ഞങ്ങളുമുണ്ട്, നിങ്ങൾക്കായി, നിങ്ങളോടൊപ്പം.